നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. പുളിങ്കുന്ന് കണ്ണാടിയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് റിസോർട്ട് നിർമ്മാണം. പ്രതിഷേധവുമായി BMS നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ കർഷക തൊഴിലാളി സംഘം. പണി തീർത്ത് പഞ്ചായത്തിന് കൈമാറിയിട്ടും പകൽ വീട്ടിൽ പാലുകാച്ചൽ നടന്നില്ല. പകൽ വീട് ഇപ്പോൾ മദ്യപന്മാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും രാത്രി വീട്. പള്ളിക്കൂട്ടുമ്മ പുളിങ്കുന്ന് റോഡ് പുനർനിർമ്മാണം പാതിവഴിയിൽ. 700 മീറ്റർ ഭാഗം മാത്രമാണ് ഉയർത്തുന്നത്. ഇതിനായി PWD കരാർ നൽകിയിരിക്കുന്നത് 4 പേർക്ക്. വാർത്തകൾ വിശദമായി. പുളിങ്കുന്ന് കണ്ണാടിയിൽ അനധികൃതമായി നിലം നികത്തി റിസോർട്ട് നിർമ്മിക്കുന്നതിനെതിരെ BMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പുളിങ്കുന്ന് ജങ്കാർ കടവിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. തുടർന്ന് നികത്ത നിലത്തിന് സമീപം നടന്ന ധർണ BMS ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, റാന്നി സ്വദേശിയായിട്ടുള്ള ഒരു ജോസി ചാക്കോയാണ് ഇതിന്റെ യഥാർത്ഥ ഓണർ. ജോസി ചാക്കോ ഇവിടെ മാത്യു എന്ന് പറയുന്ന ഒരു എറണാകുളം സ്വദേശിക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു 4.5 ഏക്കറോളം വരും. 4 റീസർവേ തണ്ടപ്പേരുകളിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ള 4.5 ഏക്കറോളം ഭൂമികളിൽ ഒരു മനോഹരമായ റിസോർട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ അത്യന്തമായ ലക്ഷ്യം. സ്വാഭാവികമായും അങ്ങനെ ഒരു റിസോർട്ട് നിർമ്മാണത്തിന്റെ പേരിൽ ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ ഇത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ കിടപ്പിനെ സംബന്ധിച്ച്, അതിലെ വിവിധ തണ്ടപ്പേരുകളിലെ അതിന്റെ സ്ഥിതിയെ സംബന്ധിച്ച് വില്ലേജ് ഓഫീസറും റവന്യൂ അധികാരികളും എന്നിനു വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുക്കേണ്ട പഞ്ചായത്ത് അധികാരികളും ഈ ഭൂമിയെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ടോ? ഇവിടെ ചോദ്യം അതാണ്. ബഹുമാനപ്പെട്ട ആലപ്പുഴ സബ് കളക്ടർ ആ തുടക്കത്തിൽ തന്നെ ഈ വസ്തുവിന്റെ നികത്തിനെ സംബന്ധിച്ച് പരാതി വന്ന സമയത്ത് അന്നിത് തടഞ്ഞതാണ്. ആ സമയത്താണ് അദ്ദേഹം ഇതിലേക്കൊരു വഴിയെന്ന് അതിന്റെ ആവശ്യമായ ഭൂമി നികത്തുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും എന്തുകൊണ്ട് ഇത് തടയപ്പെടുന്നില്ല? അപ്പൊ റിസോർട്ടുകളിൽ എത്തുന്ന വലിയ വലിയ പണക്കാർക്ക് അവർക്കുള്ള സുഖസൗകര്യങ്ങൾ എടുക്കാൻ വേണ്ടി മദ്യവും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇത്തരം റിസോർട്ടുകൾ എന്തുകൊണ്ട് സർക്കാർ അത് തടയാൻ ശ്രമിക്കാതെ വീണ്ടും അതിന് അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുന്നു? ജില്ലാ സെക്രട്ടറി B രാജശേഖരൻ, ആലപ്പുഴ ജില്ലാ കർഷക തൊഴിലാളി സംഘം ജനറൽ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, KG ഷാജി, J മനോജ്, VK ശിവദാസ് എന്നിവർ സംസാരിച്ചു. അനധികൃത നിലനികത്ത് തടയുക, വില്ലേജ് രേഖകളിൽ നിലമായി രേഖപ്പെടുത്തിയ വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകി നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തെ അട്ടിമറിക്കുന്ന പുളിങ്കുന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ നിലനികത്തലിന് ഒത്താശ ചെയ്യുന്ന പുളിങ്കുന്ന് SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. പകൽ വീട് രാത്രിയിൽ കുടിയന്മാരുടെ കൂടാകുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 2011-12 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. വൃദ്ധർക്കും അശരണർക്കും പകൽ സമയങ്ങളിൽ ഒത്തുചേരുവാനും വിനോദ വിജ്ഞാനങ്ങൾ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പകൽ വീട് പദ്ധതി ആരംഭിച്ചത്. പകൽ വീട് നിർമ്മിച്ച് പഞ്ചായത്തിന് കൈമാറിയിട്ടും പദ്ധതി നടത്തിപ്പിന് ഇനിയും നടപടികൾ ആയിട്ടില്ല. ഇലക്ട്രിക് പ്ലംബിംഗ് പണികൾ ആര് ചെയ്യുമെന്ന വാശിയിലാണ് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും. വാശി കൊണ്ട് ഗുണമുണ്ടായതാകട്ടെ മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും. രാത്രികാലങ്ങളിൽ അവരുടെ വ്യവഹാര കേന്ദ്രമാണ് ഈ പകൽ വീട്. പകൽ വീട് കെട്ടിടത്തിൽ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തികൾ ചെയ്യുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് വിഭാഗത്തിൽ തുക ഡെപ്പോസിറ്റ് ചെയ്തെന്നാണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ പറയുന്നത്. ഇനി വേണ്ടത് കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനവും പകൽ വീട് നടത്തിപ്പിനുള്ള നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ മറ്റു പല പദ്ധതികളിലെയും കെട്ടിടങ്ങൾ എന്ന പോലെ പകൽ വീടും അകാല വാർദ്ധക്യം ബാധിച്ച അകാലത്തിൽ പോലെയും. ന്യൂസ് ഡെസ്ക് KCB.
പള്ളിക്കൂട്ടുമ്മ പുളിങ്ങുന്ന റോഡ് പണി പാതി വഴിയിൽ. കാലവർഷം തുടങ്ങുമ്പോഴേക്കും വെള്ളത്തിലാകുന്ന റോഡാണിത്. കഴിഞ്ഞ വർഷമുണ്ടായ വെള്ളപ്പൊക്കങ്ങളിൽ 6 മാസത്തോളം ഈ റോഡ് വെള്ളത്തിൽ തന്നെയായിരുന്നു. പള്ളിക്കൂട്ടുമ്മ പുളുങ്ങുന്ന റോഡിന്റെ കിഴക്കുവശമുള്ള പാടശേഖരങ്ങളായ എഴുമാങ്കരി, ചേപ്പിലാക്ക എന്നിവിടങ്ങളിൽ അൻഡാക്കിന്റെ നേതൃത്വത്തിൽ 2ാം കൃഷിക്ക് പകരം മത്സ്യം വളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കമുണ്ടായാൽ വെള്ളം ഒഴുകി മാറാൻ മാർഗമില്ലാതെ റോഡ് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു മുൻകാലങ്ങളിൽ പതിവ്. ഇതിന് പരിഹാരമായാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റോഡ് ഉയർത്താൻ PWD തീരുമാനിച്ചത്. 2228 മീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ 700 മീറ്റർ ഭാഗം മാത്രമേ ഉയർത്തുന്നുള്ളൂ. അതിനായി 4 കരാറുകാർക്കാണ് PWD നിർമ്മാണ ചുമതല നൽകിയത്. ഇതിൽ ഒരു കരാറുകാരൻ മാത്രമാണ് 200 മീറ്ററിൽ താഴെ ദൈർഘ്യമുള്ള ഭാഗം ഉയർത്തിയത്. മറ്റുള്ളവർ റോഡ് ഉയർത്തുന്നതിന് മട്ടി റോഡരികിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ പണി ആരംഭിച്ചിട്ടില്ല. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗം പഴയ റോഡിനോട് ചേരുന്നിടം കുത്തനെ ഇട്ടിരിക്കുന്നതിനാൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡ് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. ഇത് കഴിഞ്ഞ ഒരു 5-6 മാസമായി ഈ റോഡ് വെള്ളത്തിനടിയിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് വാഹനം ഓടിച്ച് യാത്രക്കാരെ പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഹോസ്പിറ്റലുകളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, മറ്റ് ആരാധനാലയങ്ങളുണ്ട്. ഇതിലെ വഴി 100 കണക്കിന് യാത്രക്കാർ ദിനംപ്രതി ഇതിലെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴികളും മറ്റൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെന്ന നിലയിൽ ഞങ്ങൾ മുൻകൈയെടുത്ത് ഇവിടെ കുഴി അടയ്ക്കുകയോ മറ്റ് PWD ഉദ്യോഗസ്ഥന്മാരെ ചെന്ന് ഞങ്ങൾ പറഞ്ഞ് അവരും വന്ന് കുറെ സഹകരണങ്ങൾ കാണിച്ചു. അതല്ലാതെ ഇപ്പം വേണ്ട ഒരു റോഡ് പണിയാണെന്നും പറഞ്ഞ് കുറെ കാര്യങ്ങൾ മിറ്റിലും മറ്റുള്ള സാമഗ്രികളൊക്കെ ഈ റോഡിൽ ഇറക്കിയിട്ടിരിക്കുകയാണ്. ഒരു പുതിയ റോഡ് പണിതിരിക്കുന്നത് ചില ഓളം തള്ളുന്ന രീതിയിലാണ് അവർ പണിതിട്ടിരിക്കുന്നത്. ഒരു പഴയ വെളുക്കാൻ തെച്ച് പാണ്ട എന്ന് പറയുന്ന സിസ്റ്റം പോലെ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഇത് 4 പേരുടെ കൈവശമാണ് ഈ റോഡിന്റെ കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന്റെ ഈ ശോചനാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ PWD ഓഫീസർമാരോട് ഇവിടുത്തെ കോൺട്രാക്ടർമാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ലജനത്തുൾ മുഹമ്മദിയൻ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. സമ്മേളനം കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PD ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് O ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമ്മേളനം നടത്തേണ്ട ഞങ്ങൾ ജില്ലാ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷന്റെ പ്രശ്നമാണ് നമുക്കറിയാം. ഇല്ലാത്ത ഏതോ നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മൾക്കാർക്കും അറിയാൻ കഴിയാത്ത ഏതോ നിയമത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് പോലീസ് സംഘടനയുടെ വേദികളിൽ നിന്ന് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും അല്ലെങ്കിൽ ഭരണകർത്താക്കളും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത ഈ ജില്ലാ സമ്മേളനങ്ങളിൽ പൊതുവെ കാണുകയുണ്ടായി. ഇലക്ഷന്റെ പേരാ പറയുന്നത്. ഇത് ഈ പോലീസ് സംഘടനയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു മോഡ് ഓഫ് കോണ്ടാക്ട് ബാധിക്കുന്ന ഒരു സംഘടനയാണ്. ഇത് നിയമസഭയിൽ നിയമം മൂലം പാസാക്കിയ സംഘടനയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സനൽകുമാർ, അബ്ദുൾ ജലീൽ, പ്രസാദ് മാത്യു, S ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും വിവിധ കലാപരിപാടികളും നടന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആലപ്പുഴയിൽ നടന്നുവന്ന നേഴ്സസ് വാരാഘോഷം സമാപിച്ചു. ആലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ചെയ്യേണ്ടത് ഡോക്ടർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ്. നല്ല ഡോക്ടർമാരെ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പരിഷ്കരിക്കപ്പെടേണ്ടതാണ് നഴ്സിംഗ് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളും. ഏറ്റവും ആകർഷകമായ ഒരു ജോലിയാക്കി ഇതിനെ മാറ്റേണ്ടത് ഈ ജോലിയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് എന്നുള്ള സംശയം വേണം. ചിലപ്പോഴൊക്കെ ചില പരാതികൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് തുറന്നു പറയും, പക്ഷേ ചിലയിടത്തൊക്കെ തന്നെ ചില ഒറ്റപ്പെട്ട പരാതികൾ ഉണ്ടാകാറുണ്ട്. അത്തരം പരാതികൾ ഒഴിവാക്കാനും ഈ ജോലി ചെയ്യുന്നവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. പേ കമ്മീഷനുകൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഈ കാര്യം മുൻപിൽ വരാറുണ്ടെങ്കിലും ഇപ്പൊ ശമ്പള കമ്മീഷന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം. അവരേറ്റവും ഇപ്പൊ ഞാൻ പറയും, ഉറപ്പിച്ചു പറയും, പോലീസുകാരുടെയും നഴ്സുമാരുടെയും ശമ്പളത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള കാര്യം സംശയം വേണ്ട. അവർക്ക് ആവശ്യമായ, കാരണം ഇത് സർവീസ്. കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു വന്നിരുന്ന നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KC വേണുഗോപാൽ പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KA സഫിയ ബീബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ വസന്തകുമാരി അമ്മ, NRHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ L മനോജ്, ഡോക്ടർ ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ടൈറ്റാനിക്കിലും വെട്ടമില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും തായങ്കരി വഴി എടത്തുവായിലേക്ക് പോകുന്ന റോഡിൽ AC കനാലിന് കുറുകെയുള്ള പാലമാണ് ടൈറ്റാനിക് പാലം. പാലം പണിത കാലം മുതൽ ഇവിടെ വഴിവിളക്കുകൾ ഇല്ല.
AC കനാലിന് കുറുകെയുള്ള ഏറ്റവും വീതി കൂടിയ പാലമാണ് വേഴപ്ര രാമങ്കരി കരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈറ്റാനിക് പാലം. ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത്. എന്നാൽ സൈൻ ബോർഡുകളുടെയും വഴിവിളക്കിന്റെയും അഭാവം നിമിത്തം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. പാലത്തിൽ അടിയന്തരമായി വഴിവിളക്കുകൾ സ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്ന് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ വന്നിറങ്ങുന്ന വേഴപ്ര, കുടുപ്പില്ല, തായങ്കിരി പ്രദേശങ്ങളിലെ രാത്രികാലങ്ങളിലൊക്കെ ഞങ്ങൾ വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്ക് ഈ റോഡിലോട്ട് ഇറങ്ങാൻ ഈ വെട്ടവും വെളിച്ചമില്ലാതെ അതും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വഴിവിളക്കുകൾ കത്തിക്കുന്നതിന് വേണ്ടത് കുട്ടനാട്ടിലെ പരമ്പരാഗത ജലോത്സവമായ ചമ്പക്കുളം മൂലം വള്ളംകളി സ്വാർത്ഥ താൽപര്യക്കാർ ചേർന്ന് അട്ടിമറിക്കുന്നതിനെതിരെ മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതി പ്രതിഷേധ യോഗം നടത്തും. BSNL ജംഗ്ഷന് സമീപം നടക്കുന്ന യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. യുവദീപ്തി KCYM നർഭോനപുരം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ചെമ്പുംപുറം സാമൂഹികാരോഗ്യ കേന്ദ്രവും പരിസരവും വൃത്തിയാക്കി. ഡോക്ടർ മനേഷ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. 25ഓളം യുവാക്കൾ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോജു നടുവിലെപ്പറമ്പ്, ജോബിൻ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തെ നിയമങ്ങൾ നടപ്പാക്കേണ്ട നിയമപാലകരും റവന്യൂ ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാകാതെ മാഫിയകളെ സഹായിക്കുന്ന നിലപാടാണ് എടുക്കുന്നതെന്ന് BMS ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് CG ഗോപകുമാർ. നെൽവയൽ നികത്തൽ നിരോധന നിയമങ്ങളും നീർത്തട നദീ സംരക്ഷണ നിയമങ്ങളും പാലിക്കപ്പെടാതെ പോകുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ മാഫിയ ബന്ധമാണ്. ആറന്മുളയിൽ എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരു പൈതൃക ഗ്രാമഭൂമിയിൽ വിമാനത്താവളം കൊണ്ടുവരാനുള്ള KJS എന്ന കമ്പനിക്ക് ആവശ്യമായ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്നും CG ഗോപകുമാർ പറഞ്ഞു. പുളുങ്ങുന്ന കണ്ണാടിയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് നികത്തിയ വസ്തുവിൽ റിസോർട്ട് നിർമ്മിക്കുന്നതിനെതിരെ ആലപ്പുഴ ജില്ലാ കർഷക തൊഴിലാളി സംഘം നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് കാലാകാലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, അത് നെൽവയൽ നികത്തൽ, അത് തടയൽ നിയമമായാലും
അതേപോലെ നദീ സംരക്ഷണ നിയമമാണെങ്കിലും നിരവധി നിയമങ്ങൾ ഈ രാജ്യത്ത് പല കാലഘട്ടങ്ങളിലായി കേരളത്തിലെയും കേന്ദ്രത്തിലെയും നിയമനിർമ്മാണ സഭകൾ ഇവിടെ പാസാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു നിയമവും അതിന്റെ വേണ്ട സമയത്ത് അത് സംരക്ഷിക്കപ്പെടാനോ അത് പാലിക്കുവാനോ ഇവിടുത്തെ നിയമപാലകരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരമായ സംഭവമാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇന്നൊരു പ്രതിഭാസമാണ് മാഫിയ പ്രവർത്തനങ്ങൾ. ഏത് തരത്തിലുമുള്ള സംവിധാനത്തെ മാഫിയകളുടെ ഭരണത്തിലുള്ള സ്വാധീനം കൊണ്ടും പണം കൊണ്ടും വിലക്കെടുക്കുന്ന ഒരു പ്രക്രിയ ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറന്മുളയിൽ. ആറന്മുളയിൽ എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരു പൈതൃക ഗ്രാമഭൂമിയിൽ ഒരു വിമാനത്താവളം കൊണ്ടുവരുവാൻ നടത്തുന്ന ചില മാഫിയകളുടെ ശ്രമത്തെ, അതിൽ വിവാദമായ സമയത്ത് കേരളത്തിന്റെ മന്ത്രിസഭ, കേരളത്തിലെ മുഖ്യമന്ത്രി അതിൽ എതിർപ്പ് വരാതിരിക്കാൻ 10% ഓഹരി കേരള സംസ്ഥാനത്തിന്റേതാണെന്ന് പറയുകയും അതിനുവേണ്ട എല്ലാവിധ ഒത്താശകളും KGS ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മാഫിയ കമ്പനിക്ക് എല്ലാവിധത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്തു. പക്ഷേ ഇന്ന് വലിയ ബഹുജന പ്രക്ഷോഭം അതിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ കരകയറാനാകാതെ കേരള സർക്കാർ സംസ്ഥാന ഫണ്ട് യഥാക്രമം വിനിയോഗിക്കാൻ പറ്റാത്തത് മൂലം കേന്ദ്രാവിഷ്കൃത പദ്ധതികളും വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. സംസ്ഥാനം കടത്തിനുമേൽ കടത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിൽ. ഓരോ വർഷവും സംസ്ഥാനത്ത് അവതരിപ്പിക്കുന്ന ധനകാര്യ ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റായി മാറുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിനാവശ്യമായ സംസ്ഥാന വിഹിതം അനുവദിക്കാത്തതിനാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വെള്ളത്തിലാവുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുടനീളം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന വിഹിതം ബഡ്ജറ്റിൽ വകയിരുത്തുകയുണ്ടായി. അതേസമയം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം തുക അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുമൂലം പല പാക്കേജുകളും പദ്ധതികളും ഇതിനോടകം തന്നെ തണുത്ത് ആറിയ മട്ടാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് കുട്ടനാട് പാക്കേജും ഇടുക്കി പാക്കേജുമാണ്. കുട്ടനാട് പാക്കേജിന് 1840 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയത്. കുട്ടനാട് പാക്കേജിന് 6 വർഷം തികയാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ എങ്ങുമെത്താത്ത അവസ്ഥയാണ് നിലവിൽ. വർഷാദ്യം തന്നെ കേന്ദ്ര പദ്ധതികളുടെ വിഹിതം കിട്ടേണ്ടതാണ്. ഈ വർഷം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആദ്യ ഗഡു മാത്രമാണ് ലഭിച്ചത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയ സംസ്ഥാന വിഹിതം കൊടുക്കേണ്ടി വരുന്ന എല്ലാ പദ്ധതികളും അവതാളത്തിലാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV. പുളിങ്കുന്ന് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ആശാ വോളണ്ടിയേഴ്സിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. പുളുങ്കുന്ന് പഞ്ചായത്തിലെ 14 വാർഡിലെ വിവിധ പ്രദേശങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. 10ഓളം വരുന്ന ആരോഗ്യ പ്രവർത്തകരും ആശാ വോളണ്ടിയേഴ്സുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മങ്കമ്പ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് വൃത്തിയാക്കൽ, പറമ്പുകളിൽ അലക്ഷ്യമായിട്ടിരുന്ന പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് കുപ്പികളും കത്തിച്ചു കളയൽ, വെള്ളം ഒഴുക്കിവിടാനുള്ള സൌകര്യമൊരുക്കൽ എന്നിവയാണ് വോളണ്ടിയേഴ്സ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് KCV. ഡോക്ടർ N രാധാകൃഷ്ണന് ചങ്ങനാശ്ശേരിയിൽ പൌരസ്വീകരണം സംഘടിപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 14-ന് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണം നൽകുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ രീതികൾ അവലംബിക്കുകയും അങ്ങനെ ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ഡോക്ടർ രാധാകൃഷ്ണൻ 45 സംവത്സരങ്ങൾ ആതുര ശുശ്രൂഷ രംഗത്ത് പിന്നിടുന്ന വേളയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ചങ്ങനാശ്ശേരി പൗരാവലി ഒരു അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിശിഷ്ടമായ സേവനങ്ങളെ അദ്ദേഹത്തിന് ആദരവ് നൽകുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനം മെയ് 14 തീയതി ഉച്ചകഴിഞ്ഞ് 3:30 ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് ഗവേഷണത്തിലൂടെ പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തിയ ഡോക്ടർ N രാധാകൃഷ്ണന് നൽകുന്ന സ്വീകരണ പൊതുസമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. CF തോമസ് MLA അധ്യക്ഷത വഹിക്കും. ഇന്റർ ചർച്ച് കൌൺസിൽ ചെയർമാൻ മാർ ജോസഫ് പൗവത്തിൽ, മാർ ക്രിസോസ്റ്റോ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത, സ്വാമി ഗോലോകാനന്ദ, പഴയപള്ളി ഇമാം അലിയാർ മൗലവി എന്നിവർ സംസാരിക്കും.
കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് സുവനീർ പ്രകാശന കർമ്മം നിർവഹിക്കും. ജസ്റ്റിസ് KT തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. SB കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നമ്മുടെ അഭിമാനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം KN ബാലഗോപാലൻ MP നിർവഹിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ പൌരാവലിയുടെ ഉപഹാരം സമർപ്പിക്കും. മാത്യൂസ് ജോർജ്, അഡ്വക്കേറ്റ് ടോമി കണയംപ്ലാക്കൽ, പ്രൊഫസർ ആനന്ദക്കുട്ടൻ നായർ, ജസ്റ്റിൻ ബ്രൂസ്, N അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുധർമ്മ പ്രചാരണ സഭ കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദൈവദശകം രചനാ ശതാബ്ദി ആഘോഷവും വാർഷികവും പൊങ്ങ ഗുരുമന്ദിരം പ്രാർത്ഥന ഹാളിൽ നടന്നു. തിങ്കളാഴ്ച രാവിലെ 9 നടന്ന ശതാബ്ദി ആഘോഷം സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ അനുഗ്രഹ വിശേഷമാണ് ഈ ദൈവദശകം എന്ന പ്രാർത്ഥന. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും ബൗദ്ധനും ജൈനനും എല്ലാ മതവിശ്വാസിക്കും ഒരു വേള മതവിശ്വാസം ഇല്ലാത്തവർക്കും ഒരുപോലെ ലഭിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ഇത്രയേറെ സാര സമ്പുഷ്ടമായ ഒരു കൃതി ദൈവദശകം പോലെ വേറൊന്നുമില്ല എന്ന് ലോകരെല്ലാം ഒരുപോലെ സമ്മതിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം. ഗുരു നിത്യ ചൈതന്യഗിരി വത്തിക്കാൻ സന്ദർശിച്ചപ്പോൾ ക്രിസ്ത്യാനികളുടെ പരമാചാര്യനായ പോപ്പിനെ അദ്ദേഹം കണ്ടിട്ട് ഈ ദൈവദശകം അദ്ദേഹത്തിന് സമർപ്പിച്ചപ്പോൾ സർവാധരണീയനായ പോപ്പ് പ്രഖ്യാപിച്ചത് ദൈവദശകം ഒരു ലോക പ്രാർത്ഥനയാണ്, യൂണിവേഴ്സൽ പ്രയറാണ്. മുഹമ്മ വിശ്വഗാജി മഠം സെക്രട്ടറി അസ്പർശാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് PP മധുസൂദനൻ, ചന്ദ്രൻ പൊളുങ്ങുന്ന്, സുകുമാരൻ മാവേലിക്കര, സുകുമാരൻ കാരാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നു നടന്ന പഠന ക്ലാസ് ബ്രഹ്മചാരി വിശ്വംഭരൻ നയിച്ചു. ഭൗമമാസാചരണത്തിന്റെ ഭാഗമായി ജൈവോത്സവം 2014 എന്ന പേരിൽ കുട്ടികളുടെ പ്രകൃതി സംരക്ഷണ പഠന ക്യാമ്പ് സംഘടിപ്പിക്കും. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്താണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മെയ് 14-15 തീയതികളിൽ കൈനഗിരി പഞ്ചായത്ത് EMS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചരമവാർത്തകൾ. കുട്ടമംഗലം കണിപ്പറമ്പ് വീട്ടിൽ സരസമ്മ 82 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 10-ന് കുട്ടമംഗലം 22-ാം നമ്പർ SNDP ശ്മശാനത്തിൽ. വടക്കൻ വെളിയനാട് കുറുപ്പശ്ശേരിയിൽ കുഞ്ഞച്ചൻ 55 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 11-ന് കുറുമ്പനാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. കൈനഗരി കൊരണ്ടക്കാട് വീട്ടിൽ ബേബി ഫ്രാൻസിസ് 74 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് കൈനഗരി സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പുളിങ്കുന്ന് കണ്ണാടിയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് റിസോർട്ട് നിർമ്മാണം. പ്രതിഷേധവുമായി BMS നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ കർഷക തൊഴിലാളി സംഘം. പണി തീർത്ത് പഞ്ചായത്തിന് കൈമാറിയിട്ടും പകൽ വീട്ടിൽ പാലുകാച്ചൽ നടന്നില്ല. പകൽ വീട് ഇപ്പോൾ മദ്യപന്മാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും രാത്രി വീട്. പള്ളിക്കൂട്ടുമ്മ പുളിങ്കുന്ന് റോഡ് പുനർനിർമ്മാണം പാതിവഴിയിൽ. 700 മീറ്റർ ഭാഗം മാത്രമാണ് ഉയർത്തുന്നത്. ഇതിനായി PWD കരാർ നൽകിയിരിക്കുന്നത് 4 പേർക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.